പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വെരി വൈഡ്. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ കീഴിൽ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് കീഴിൽ അതിന് താഴെ എന്തൊക്കെ തരത്തിലുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിൻ്റ് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് മാക്സിമം മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ ഇൻഫർമേഷൻസൊക്കെ അതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ മാനേജിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരു മാനേജർക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ കൂടുതൽ ലഭിക്കുന്നതാണ്. ഇതിൽ പറയുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അസർട്ടൈനിങ് ദി കോസ്റ്റ്. അതായത് ഒരു സ്ഥാപനത്തിൽ സംബന്ധിച്ച് വരുന്ന എല്ലാ കോസ്റ്റുകളും റെക്കോർഡ് ചെയ്യാം, അതേപോലെ കോസ്റ്റ് എത്രയെന്നുള്ളത് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബാക്ക് ബോണാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബാക്ക് ബോണായിട്ടാണ്, നട്ടെല്ലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ടൂള് നമ്മളുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിങ് ഇതൊക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ടൂളുകൾ ഇതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനൊക്കെ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെയാണ് മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് സംബന്ധം, അവിടുത്തെ ചെലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകളൊക്കെ മാനേജ്മെൻറ്റിന് ലഭിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് മുഖേനയാണ്. അടുത്ത പോയിൻ്റാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ഈസ് ദി പ്രഡിക്ഷൻ ഓഫ് ലൈക്ലി ഇവൻ്റ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കാണുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ബജറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതിനനുസരിച്ച് നമുക്കതിന് വേണ്ടിയിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. Budgeting means expressing the plan, policies and goals of the enterprises for definite future period. അപ്പോൾ ബജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ പീരീഡിൽ എന്തൊക്കെ പ്ലാനുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പോളിസീസാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഗോളുകളാണ് ആ സ്ഥാപനം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു നിശ്ചിത കാലത്തേക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബജറ്റിംഗ്. അപ്പോൾ ബജറ്റിംഗ് ഹെൽപ്പ് ടു എക്സസൈസ് ബജറ്ററി കൺട്രോൾ. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ബജറ്ററി കൺട്രോള് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബജറ്റിംഗ് സ്ഥാപനത്തിനെ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്. വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കോസ്റ്റ് കൺട്രോൾ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ചെലവുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ദിസ് ഈസ് ഡൺ ബൈ കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് ബജറ്റഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ ഭാവിയിൽ പ്രഡിക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓരോ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ വെച്ചിട്ട് ഈ വർഷം ഇത്രയൊക്കെ ആയിരിക്കും നമ്മളുടെ സ്ഥാപനത്തിൽ ചിലവ് വരിക എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി ബജറ്റഡ് സ്റ്റാൻഡേർഡ് തയ്യാറാക്കി വെക്കും. എന്നിട്ട് നമ്മൾ ആ വർഷം നമുക്ക് എന്താണ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ രീതിയിൽ പിന്നെ കമ്പയർ ചെയ്യുന്നു. അതേപോലെ അനലൈസസ് ഓഫ് വേരിയൻസസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ്.
എന്നിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറൊക്കെ ബജറ്റ് സ്റ്റാൻഡേർഡും അതേപോലെ ആക്ച്വലായിട്ട് അവിടെ സംഭവിച്ച കോഴ്സും തമ്മിൽ എന്തെങ്കിലും വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഫോർ ദിസ് പർപ്പസ് വേരിയസ് ടെക്നിക്സ് ലൈക്ക് ബജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇൻവെൻട്രി കൺട്രോൾ ആർ യൂസ്ഡ്. ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ബജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇൻവെൻട്രി കോസ്റ്റ് എന്ന തരത്തിലുള്ള പല ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൽ ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. Analysis and interpretation of financial statement is useful for getting an idea about the firm's performance and prospects. അതായത് ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെയും അനലൈസ് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും അതേപോലെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. A number of tools and techniques are used for analysis and interpretation of financial statement. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസും ടെക്നിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നീ പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വരും ചാപ്റ്ററുകൾ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. Today, management accounts use statistical and quantitative techniques like linear programming, game theory, etc. in the decision-making process. അപ്പോൾ ഇന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലീനിയർ പ്രോഗ്രാം, ഗെയിം തിയറി എന്നിങ്ങനെയുള്ള ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ടാക്സ് അക്കൗണ്ടിങ്. ഇപ്പോൾ ദ പ്രസൻറ്റ് ടാക്സ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പാർട്ടാണ് ടാക്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഒരു സ്ഥാപനത്തിൻ്റെ ഇൻകം, ടാക്സബിൾ ഇൻകം എത്ര എന്നുള്ളതും അതേപോലെ എത്ര ടാക്സ് ആണ് കൊടുക്കാനുള്ളത് എന്നുള്ളതും ഒക്കെ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പിൽ പെടുന്നതാണ്. അടുത്ത 8ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. The basic responsibility of management account is to prepare report regarding the functions of the enterprises and submit the same to management. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു റിപ്പോർട്ടിന് അടിസ്ഥാനമായിട്ടാണ് മാനേജ്മെൻറ്റിന് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അടുത്ത പോയിൻ്റാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഈസ് നെസസറി ടു ജഡ്ജ് ദി പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. ദി ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് കമ്പയർഡ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യുന്നു. Internal audit assist the management in fixing responsibility of the different individuals. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനും അവരുടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. അടുത്ത ലാസ്റ്റ് പോയിൻ്റാണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. When current fund are invested in long-term assets or projects, benefit will come only in future. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ലോങ് ടേം അസറ്റുകളിലോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ, ഫ്യൂച്ചറിൽ, ഭാവിയിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഹെൻസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻവോൾവ് ഹൈ റിസ്ക്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഹൈ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. സച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആർ നോൺ ആസ് ക്യാപിറ്റൽ ബജറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയകളിലൂടെ കവർ ചെയ്ത് പോകുന്നതാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് അതായത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്, കൺട്രോളിങ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ, സഹായങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോ പോയിൻ്റ് ആയിട്ടിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. മാനേജ്മെൻറ്റിന് ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്യാനും അതേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്യുക, അത് മോഡിഫൈ ചെയ്യുക, ആ ഡാറ്റകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദി നെസസറി ഡാറ്റ. അപ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകളൊക്കെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുക, അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വിശദീകരണം എന്ത് ചെയ്യുക, നൽകുക എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കുക, ടു ഇവാലുവേറ്റ് പെർഫോമൻസ്. നമ്മൾ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസും അതേപോലെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസും അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസും ഒക്കെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത് ടു മോട്ടിവേറ്റ് എംപ്ലോയീസിന് എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അവരുടെ പെർഫോമൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ആവും. അതിലൂടെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ ഓരോ സ്ഥാപനത്തിലുള്ള ഓരോ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓരോ മേഖലയിലും വരുന്ന പ്രധാനമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതത് സമയങ്ങളിൽ മാനേജ്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടി സഹായിക്കുന്നു, ആ സ്ഥാപനത്തിൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതും അതേപോലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതേപോലെ ടു പ്രിപ്പയർ റിപ്പോർട്ട്സ്. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസിനും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിനും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ആ റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുക. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ. അപ്പോൾ പുതിയ നയങ്ങൾ, സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള പുതിയ നയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസും അതേപോലെ ഡാറ്റകളൊക്കെ കൊടുത്തിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുക. ഇത്രയൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുപോലെ ഒരു മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് കൊണ്ടും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.